പെടൂലെന്ന് ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻ കിനിയുന്ന ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചിയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാടെ ഒരു മാങ്ങയ്ക്കേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? പണിക്കരെ, ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. ഇത് കണ്ടോ? പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തിന്നുകയും ചെയ്തു. അതിന്റെ അണ്ടി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്കാം അല്ലേ? ഹണിമൂണിന് നമ്മൾ എവിടെയാ പോകുന്നത്? 4 സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, മധുരൈ, പഴനി. നല്ല ചോയ്സ്. അവസാനിപ്പിച്ചത് പഴനിയിലായത് നന്നായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ തല മൊട്ടയടിച്ച് കാവടി എടുത്തൊന്ന് തുള്ളുകയും ചെയ്യാലോ. അയ്യ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വോളിബോൾ ടീമിന്റെ കൂടെ ഒരുപാട് തവണ പോയിട്ടുള്ളതാ. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരു വിധത്തിലുള്ള എല്ലാ ഗ്രൗണ്ടുകളും ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. സുധാകരട്ടൻ തെക്കോട്ട് ഗുരുവായൂരിനപ്പുറവും വടക്കോട്ട് കണ്ണൂരിനപ്പുറവും ഒരു സ്ഥലത്തും പോകത്തോണ്ടാ ഇതിലൊക്കെ വലിയ അത്ഭുതം തോന്നണേ. സുധാകരട്ടൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? എന്റെ അടുത്തും പാസ്പോർട്ട് ഉണ്ട്. നമുക്ക് ഹണിമൂൺ വെസ്റ്റ് ജർമ്മനിയിലാക്കിയാലോ? അവിടെ നിന്ന് ഇറ്റലി അടുത്താണ്. റോമിൽ ഒന്ന് പോവാം. യൂറോ റെയിൽ ടിക്കറ്റ് എടുത്താൽ യൂറോപ്പ് മുഴുവനും കറങ്ങാം. തിരിച്ചു വരുന്ന വഴി സിംഗപ്പൂർ ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് നടത്താം. എന്തേ? നിന്നെ അയക്കേണ്ട വെസ്റ്റ് ജർമ്മനിക്കല്ലടി, സദ്ദാം ഹുസൈന്റെ വീട്ടിലേക്കാ. സുധാരേട്ടാ, സുധാരേട്ടാ, എന്നെ പറ്റിക്കാൻ വേണ്ടി കളക്കളിയിലേക്കണ്ട. നമ്മളെപ്പോഴാ പോവാ? ഈ സമയത്ത് ഏതായാലും വെസ്റ്റ് ജർമ്മനിക്ക് വിമാനം ഉണ്ടാവില്ല. പറന്നോണ്ടിരിക്കും. അന്ന് നിലത്തിറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വെസ്റ്റ് ജർമ്മനിക്ക് പോണോ അല്ല റോമിൽ പോയി മാർപ്പാപ്പയെ കാണണോ. ഈ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചതാ ഇത് നടക്കൂലെന്ന്. അയ്യോ, എന്ത് പറ്റി? അയ്യോ, എന്ത് പറ്റി? ചെടി പകച്ചി, ആനപ്പകച്ചി, നീ ഇത് ചെയ്യുന്ന കിടക്കുമ്പോഴേ എനിക്കറിയായിരുന്നു. അയ്യോ, ഞാൻ ഉറക്കത്തില് വോളിബോൾ വോളിബോൾ തേങ്ങാക്കൊല. മറ്റുള്ളവനെ നെഞ്ചത്ത് കയറിയിട്ടാണ് വോളിബോൾ കളിക്കുന്നത്. അല്ല, നീ എന്നെ കൊന്നിട്ട് ഇറങ്ങും. നിന്റെ സർവ്വ കളി ഞാൻ നിർത്തി.